ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, എക്സാമിന് 2 ആഴ്ചയുള്ളൂ അല്ലെങ്കിൽ 1 വീക്കുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് പഠിക്കാനായിട്ടൊരു പ്ലാനും ചെയ്യാൻ അറിയില്ല എന്നുള്ളവർക്കായിട്ടുള്ളൊരു വീഡിയോ ആണിത്. സിമ്പിളാണ്, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഒരു പ്ലാനർ ഉണ്ടാക്കുക എന്നുള്ളത്. അതിന് വേണ്ടി ഞാനിവിടെ ChatGPT ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ChatGPTനോടോ അല്ലെങ്കിൽ ജെമിനിനോടോ പറയാം. ഞാനിപ്പോൾ ഇവിടെ ChatGPTനോടാണ് പറയുന്നത് കേട്ടോ. കൺസേൺസ് ലൈക്ക് നിങ്ങൾക്ക് എത്ര മണി തൊട്ട് എത്ര മണി വരെ സ്കൂളുണ്ട്, എത്ര മണിക്ക് കഴിയും, ട്യൂഷൻ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാമെന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഉള്ള കാര്യം. ആദ്യം തന്നെ ChatGPT ഓപ്പൺ ചെയ്യുക. ഒരു ഹലോ ഒക്കെ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു സ്റ്റഡി ടൈം ടേബിൾ വേണം, ഒരു റുട്ടീൻ ചാർട്ട് വേണം എന്ന് പറയാം. എന്നിട്ട് ചോദിക്കണം നിങ്ങൾക്ക് ChatGPTക്ക് ഇത് വേണമെന്നുള്ളത്, എക്സാം ടൈം ടേബിൾ വേണമെന്നുള്ളത് ചോദിക്കുക. അപ്പോൾ വേണം എന്നാണ് പറയണമെന്നുണ്ടെങ്കിൽ അത് അയച്ചു കൊടുക്കുക. പിന്നെ അവർ ചോദിക്കും ഏതൊക്കെ സബ്ജക്റ്റാണ് അന്ന് എക്സാം ഉള്ളത്, അപ്പോൾ ആ ടൈം ടേബിൾ അയച്ചു കൊടുക്കുക. പിന്നെ ഡെയിലി എത്ര മണിക്കൂർ പഠിക്കാൻ പറ്റും, എത്ര മണി വരെ പഠിക്കാൻ പറ്റും, വീക്ക് സബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് അവർ ചോദിക്കും. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഞാൻ ഇപ്പോൾ എൻ്റെ പറഞ്ഞിട്ടുണ്ട്, സ്കൂൾ ടൈം ഒരു 9 മണി തൊട്ട് 3:45 വരെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്നാക്സ് കഴിക്കാനും ഫോൺ നോക്കാനും ഒരു 5:30 വരെ ഞാൻ ടൈം യൂസ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ട്യൂഷനില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. 6:15 പ്രെയറിന് വേണ്ടി ഇരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 7 മണിക്കാണ് പഠിക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. 8:45 വരെ സ്കൂളിൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും, ഹോംവർക്ക് അങ്ങനെ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 10 മണി വരെ പഠിക്കാൻ വേണ്ടി ഇരിക്കും എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടൈം ടേബിൾ അയച്ചു കൊടുക്കാൻ പറഞ്ഞു എക്സാമിൻ്റെ, അത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അവർ അയച്ചു തന്ന റുട്ടീനൊക്കെ എനിക്ക് ഓക്കെ ആയിരുന്നു. നിങ്ങൾക്ക് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അത് സജഷൻസ് ആയിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അവർക്ക്. ഓക്കെ ആയതിന് ശേഷം നിങ്ങൾ പറയുക ഒരു ക്യൂട്ട് ചാർട്ടായിട്ട് അത് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ചാർട്ടായിട്ട് അത് ഉണ്ടാക്കി തരാൻ നല്ല ഭംഗിയാണ് കേട്ടോ എൻ്റെ കാണാനായിട്ട്. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ പ്രിൻ്റ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സ്വയം വരച്ച് അത് നിങ്ങളുടെ സ്റ്റഡി ടേബിളിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെയാണ് ഒട്ടിച്ചു കൊടുത്തേക്കുന്നത്. അതിനുശേഷം എനിക്ക് കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തണം എന്ന് തോന്നി. സാറ്റർഡേ സൺഡേ റുട്ടീനും കൂടി ആഡ് ചെയ്ത്, പിന്നെ SPC ഉള്ള ടൈം അതും കൂടി ആഡ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതും കൂടി ചെയ്ത് തന്നിട്ടുണ്ട്. അതും അടിപൊളിയായിട്ട് തന്നെയാണ് ChatGPT ചെയ്ത് തന്നത്. നിങ്ങൾക്ക് അങ്ങനെ സജഷൻസ് പറയാവുന്നതാണ്. നിങ്ങളുടെ സജഷൻസ് നിങ്ങൾക്ക് ഭയങ്കര ക്യൂട്ടൊന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് പറയാൻ നല്ല നോർമലായിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ മതി. നല്ല രസമായിട്ട് തന്നെ ചെയ്തു തരും. നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കണമെങ്കിൽ പ്രിൻ്റ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വരച്ച് വെച്ചാലും മതി. എനിക്ക് പ്രിൻ്റ് എടുക്കാൻ ടൈം കിട്ടാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരച്ച് വെച്ചു. ഞാൻ വീക്ക് സബ്ജക്റ്റൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴും അവർ നല്ല രീതിക്ക് തന്നെയാണ് ഈ ഒരു റുട്ടീനിൽ അത് ആഡ് ചെയ്തിട്ട് നല്ല രസമാക്കി തന്നെ തന്നിട്ടുണ്ടായിരുന്നു. പ്രിൻ്റ് എടുത്താലും നല്ല രസമായിരിക്കും, നിങ്ങൾ വരച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ എൻ്റെ വീക്ക് സബ്ജക്റ്റ് മാത്സ്, സോഷ്യൽ, ഹിന്ദി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഞാൻ കുറച്ച് റുട്ടീൻസ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ ChatGPT ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ഞാൻ സ്വയം വരച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പാണ് ഫോക്കസ് ഓൺ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കുറേ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഏത് എക്സാം ആണെങ്കിലും, ക്രിസ്മസ് ആയാലും, ഓൺ എക്സാം ആയാലും, ആനുവൽ എക്സാം ആണെങ്കിലും, മിഡ് എക്സാം ആണെങ്കിലും, മന്ത്ലി എക്സാം ആണെങ്കിലും, അങ്ങനെ ഏത് എക്സാം ആണെങ്കിലും ആ എക്സാമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഉണ്ടാവില്ല, അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. മറ്റേതിൽ പോയിൻ്റായിട്ട് കീ പോയിൻറ്റ്സ് ആയിട്ട് പഠിക്കുക വേറെ ചാപ്റ്റേഴ്സ്. അപ്പം മറ്റേതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. പക്ഷേ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റർ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. തേർഡ് സ്റ്റെപ്പാണ് എല്ലാവർക്കും മിക്കവർക്കും ഫെമിലിയർ ആയിരിക്കും ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്, പോമഡോറോ ടെക്നിക്ക്. അതായത് 45 മിനിറ്റ്സ് നമ്മൾ 45 or 50 മിനിറ്റ്സ് നമ്മൾ നല്ല ഫോക്കസ്ഡായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഒരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാണ്ട് നല്ല ഫോക്കസ്ഡായിട്ട് ആ ഒരു 55 മിനിറ്റ്സ് പഠിച്ച് തീർന്നാൽ നമുക്ക് 10 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാം. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ 2 hours വരെ നമുക്ക് പഠിക്കാനും പറ്റും. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്, എനിക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആവാറുണ്ട്. പോമഡോറോ ടെക്നിക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്, എന്നാലും ചിലപ്പോൾ
അറിയാത്തവരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് തേർഡ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മുടെ തേർഡ് സ്റ്റെപ്പാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇല്ല, ബിക്കോസ് എല്ലാവരുടെയും ടെസ്റ്റൊക്കെ മാറിയെന്ന് തോന്നുന്നു. അതെ, എല്ലാവരുടെയും ടെസ്റ്റൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 1 ഇയറെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു വർഷത്തെ മുമ്പെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും ആ ഒരു ക്വസ്റ്റ്യൻസ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. എന്തായാലും അങ്ങനത്തെ സോൾവ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ലൊരു കോൺഫിഡൻസ് ആയിരിക്കും. അങ്ങനത്തെ ക്വസ്റ്റ്യൻ വീണ്ടും നമ്മുടെ എക്സാമിന് വന്നാൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ 4th സ്റ്റെപ്പ്. നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് 5 ആണ്. റിവൈസ് എവറി നൈറ്റ്സ് ബിഫോർ സ്ലീപ്പിംഗ്. എന്ന് വെച്ചാൽ നമ്മൾ റിവൈസ് ചെയ്യുക, അന്ന് പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ആഴ്ചയിൽ പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിവൈസ് ചെയ്യുക. അന്ന് നോക്കി ജസ്റ്റ് ഒന്ന് പറഞ്ഞൊക്കെ നോക്കുക, അല്ലെങ്കിൽ ഒന്ന് എഴുതി നോക്കുക, അല്ലെങ്കിൽ ഒന്ന് വായിച്ച് നോക്കുക എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ റിവൈസ് ചെയ്യുക എന്നുള്ളതിൽ പറയുന്നത്. അതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചൊക്കെ നോക്കുക അടിപൊളിയായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 5th സ്റ്റെപ്പ്. നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് സ്ലീപ്പ് വെൽ ഡ്യൂറിങ് എക്സാംസ്. എന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് ഉറങ്ങുക. ചിലവരൊക്കെ നന്നായിട്ട് നൈറ്റ് ഇരുന്ന് പഠിക്കണ കാണാം. ഒരു 12 മണി തൊട്ടൊക്കെ പഠിക്കുന്നവരുണ്ട്, ഒരു 2 മണി വരെയൊക്കെ പഠിക്കുന്നവരുണ്ട്. അന്ന് രാവിലെയാണ് എക്സാം എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ടയേർഡായിരിക്കും. എക്സാം എഴുതുന്ന സമയത്ത് നന്നായിട്ട് ഉറക്കം വരും. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയതായിട്ട് ഓർമ്മയും ഉണ്ടാവില്ല നമ്മൾ പഠിച്ച കാര്യങ്ങൾ. നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, എന്നാലേ നമുക്ക് നല്ല ഓർമ്മയുണ്ടാവുള്ളൂ പഠിച്ച കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗുഡ് ലക്ക് ഫോർ യുവർ എക്സാംസ് ആൻഡ് സ്റ്റഡീസ്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് നോട്ടിഫിക്കേഷൻ ഓണാക്കി വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.